അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ള സഹോദരങ്ങളെ, ചില വാർത്തകൾ അന്വേഷിച്ച് നെറ്റിലും മറ്റുമൊക്കെ അതിൻ്റെ സത്യാവസ്ഥകളുമായി സെർച്ച് ചെയ്യുമ്പോഴാണ് ഒരു മെഹനാസ് എന്ന് പറയുന്ന പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടൊരു വാർത്ത കാണാനിടയായത്. പരിശുദ്ധമായ ഇസ്ലാമിനെ, അതിൻ്റെ ആചാരങ്ങളിൽ മനം മടുത്ത് ഇസ്ലാം സ്ത്രീകളെ ബഹുമാനിക്കുന്നില്ല എന്നും തൻ്റെ ഭർത്താവ് ഇസ്ലാമിക ആചാരങ്ങൾക്ക് വേണ്ടി പീഡിപ്പിക്കുന്നു എന്നും അത് കാരണമായി ഞാൻ സനാതനധർമ്മം സ്വീകരിക്കാൻ നിൽക്കുകയാണ് എന്നും പറയുന്ന, അതുമായി ബന്ധപ്പെട്ട് അതിലേക്ക് നീങ്ങുന്നതായ ഒരു വാർത്ത കാണാനിടയായി. അതിൻ്റെ വാർത്ത ഇങ്ങനെയാണ്: മെഹനാസ് എന്ന യുവതി മനസ്സുകൊണ്ട് വളരെ കാലമായി സനാതനധർമ്മം പിന്തുടരുന്നുണ്ട്. തൻ്റെ മുസ്ലിം കുടുംബം സ്ത്രീകളെ ഒട്ടും ബഹുമാനിക്കുന്നില്ലെന്ന് അവൾ പറഞ്ഞു. ഭർത്താവ് തന്നെ ഇസ്ലാം ആചാരങ്ങളുടെ പേരിൽ പീഡിപ്പിക്കാറുണ്ടായിരുന്നു. ഈ പീഡനത്തിൽ മനം മടുത്താണ് താൻ സനാതനധർമ്മം സ്വീകരിക്കാൻ തീരുമാനിച്ചതെന്ന് യുവതി പറഞ്ഞു. മെഹനാസ് ചൈതന്യ സിംഗ് രാജ്പുതുമായി ബന്ധപ്പെടുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ ശുദ്ധീകരണ ചടങ്ങ് നടത്തി മെഹനാസും മക്കളും ഹിന്ദുമതം സ്വീകരിക്കുകയായിരുന്നു. ഇതാണ് ആ വാർത്ത. ഇതിൽ ഈ മെഹനാസ് എന്ന് പറയുന്ന കഥാപാത്രം മുസ്ലിം ആയിരുന്നോ അതോ ആദ്യമേ മറ്റൊരു മതത്തിലുള്ള ആൾ തന്നെയാണോ എന്നൊന്നും നമുക്കറിയില്ല. ഇതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. കാരണം ഇതെവിടെയാണ് സ്ഥലമെന്നില്ല, എപ്പോഴാണ് എന്ന് പറയുന്നില്ല. എങ്ങനെയായിരുന്നാലും ഏതൊരു മനുഷ്യനും ഇസ്ലാം എന്ന് പറയുന്ന പരിശുദ്ധമായ ദീൻ സ്ത്രീകളെ ബഹുമാനിക്കുന്നില്ല എന്ന് പറയാൻ മാത്രം ലോകമൊന്നടങ്കം ഒരു പെണ്ണിന് സ്ഥാനം നൽകിയ മതമാണ് ഇസ്ലാം എന്ന് ലോകത്താകമാനം തന്നെ അറിയുന്ന ഒരു വിഷയമാണ്. ഇവിടെ ജനങ്ങളിൽ അങ്കലാപ്പുണ്ടാക്കുകയും തെറ്റിദ്ധാരണ പരത്തുകയും ചെയ്യുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഇതിന് പിറകിലുള്ളത്. കാരണം പെണ്ണിനെ ജീവനോടെ കുഴിച്ചു മൂടുന്ന കാലത്ത് ആ പെണ്ണിന് സ്വാതന്ത്ര്യം നൽകുകയും പെണ്ണിൻ്റെ, അതായത് ഒരു ഉമ്മ എന്ന് പറഞ്ഞാൽ ആ ഉമ്മയുടെ കാൽപാദത്തിലാണ് സ്വർഗമെന്ന് പഠിപ്പിക്കുകയും ചെയ്ത വലിയൊരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ആ ഇസ്ലാം പെണ്ണിനെ ബഹുമാനിക്കുന്നില്ല എന്ന് പറയുകയും ഇസ്ലാമിൻ്റെ ആചാരങ്ങൾക്ക് വേണ്ടി നിർബന്ധിക്കുന്നു എന്ന് പറയുകയും ചെയ്യുക. ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഒരുപാട് കാലങ്ങളായി സനാതനധർമ്മം പിന്തുടരുന്നവളാണ് എന്ന് പറയുകയും ഇസ്ലാമിൻ്റെ ആചാരങ്ങൾ ഭർത്താവ് നിർബന്ധിക്കുന്നു, അത് കാരണത്താലാണ് ഞാൻ മാറുന്നത് എന്ന് പറയുകയും ചെയ്യുമ്പോൾ, ഒരു മുസ്ലിം കുടുംബത്തിലുള്ള ഒരാൾ മുസ്ലിമായി ജീവിക്കുമ്പോൾ എങ്ങനെയാണ് സനാതനധർമ്മം അവിടെ നടപ്പിൽ വരുത്തുക? എങ്ങനെയാണ് അതുമായി മുന്നോട്ട് പോവുക? ആ പറച്ചിലിൽ തന്നെ ഉണ്ട് എന്താണ് ഇതിൻ്റെ പിറകിലുള്ള കളികൾ എന്നുള്ളത്. ഏതായിരുന്നാലും ഇനി ഒരു കുടുംബത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ തന്നെ അത് പരിഹരിക്കാൻ മാർഗങ്ങളുണ്ട്. അതായിരുന്നു നോക്കേണ്ടിയിരുന്നത്. ഭർത്താവിൽ നിന്നും അല്ലെങ്കിൽ വീട്ടിൽ നിന്നും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഇസ്ലാമിൻ്റെ പ്രശ്നമാണ് എന്ന് ധരിപ്പിക്കുന്നതല്ല യഥാർത്ഥ വഴി. തനിക്കനുഭവിക്കുന്ന വേദനകൾ മാറ്റാൻ, അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ വേറെയും ഒരുപാടുണ്ട്. ഇതുപോലെയുള്ള